ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ അവിടെ പോയിട്ട് ക്യാമ്പ് അടിച്ചിട്ട് ആഴ്ചകളോളം കടന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അയൽവാസികൾ പുച്ചവ ഇല വീണാടി എന്താ ഒരു മരത്തിന്റെ ശിഖരത്തിന്റെ പേരിലടി. നിനക്ക് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഓടി വന്നത് അയൽവാസിയായിരുന്നു, നിനക്ക് വല്ലതും പറ്റിയെന്ന് പറഞ്ഞു. അയൽവാസികൾ ആദ്യം നിന്റെ വീട്ടിലേക്ക് ഓടി വന്നത് കുടുംബക്കാരായിരുന്നില്ല. അള്ളാഹു ആ ബന്ധം നിലനിർത്തി തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുമ്പോഴേ അയൽവാസിയുടെ വില അറിയാത്ത പലരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുമ്പോ താടിയിലും തഴമ്പിലൊന്നും കാര്യമില്ല. ഒരു മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ അയൽവാസികൾ 3 വീട്ടുകാർ അവനെ കുറിച്ച് നല്ലത് പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ അയൽവാസി എന്താ പറയും? ഓൻ പോയത് സന്തോഷമായി, അൽഹംദുലില്ലാ, പോയി കിട്ടിയല്ലോ. എടാ, നീ മരിക്കുമ്പോ നിന്റെ വീടിന്റെ പരിസരത്തുള്ള 3 പേര് നിന്നെ കുറിച്ച്, നിന്റെ പരിസരത്തുള്ള 3 വീട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 എല്ലാവർക്കും പലർക്കും സമയമില്ല. വാപ്പാനും ഉമ്മാനെ നോക്കാൻ സമയമില്ല. കാരണം എല്ലാരും ജോലിക്കാരാ. വാപ്പായും ഉമ്മായെ നോക്കാൻ ആർക്കും സമയമില്ല. ഭർത്താവ് ആദ്യം, പിന്നെ ഭാര്യ, എല്ലാരും ജോലിക്കാര്. ഉമ്മായും വാപ്പായി നോക്കാൻ വയ്യാതെ അവസാനം വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടിട്ട് ഫ്ളാറ്റുകൾ തേടിയിട്ട് മക്കളൊക്കെ പോയി. സത്യം, മാതാപിതാക്കളെ നോക്കാൻ സമയമില്ലാതെ മക്കളൊക്കെ ഫ്ളാറ്റിൽ ചെന്നപ്പോ അള്ളാഹു ഫ്ളാറ്റിന്റെ മുകളിൽ വെള്ളം കയറ്റി. ഉമ്മ താമസിക്കുന്ന വൃദ്ധസദനത്തിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടായിരുന്നു, കിടക്കാൻ കട്ടിലും മെത്ത ഉണ്ടായിരുന്നു. അള്ളാഹ് ഇവനെ കൊണ്ടിട്ടത് ഒന്നുമില്ലാത്ത സ്കൂളിന്റെ വരാന്തയിൽ കൊണ്ടിട്ടു.